ഈ ദീപാവലി ദിവസത്തെ പ്രകാശനാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പ്രകാശം പരത്തട്ടെ. ഈ ദീപാവലി മധുരം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അലിയിച്ച് ഇല്ലാതാക്കട്ടെ. ഓർക്കിഡ് വില്ലയുടെ എല്ലാ വ്യൂവേഴ്സിനും, സബ്സ്ക്രൈബേഴ്സിനും, കസ്റ്റമേഴ്സിനും സ്നേഹം നിറഞ്ഞ ദീപാവലി ആശംസകൾ. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രകൃതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും നിലനിൽപ്പുള്ളൂ. ചെടികളെ സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ ഗാർഡനിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാലോ? ചെറിയൊരു മാറ്റം വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. നമ്മുടെ ഗാർഡനിൽ നിന്ന് ഇതുപോലുള്ള പ്ലാസ്റ്റിക് പോട്ടുകൾ മാറ്റി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോട്ട്സുകൾ ഉപയോഗിച്ചു തുടങ്ങിയാലോ? അത് ഒരു വലിയ മാറ്റത്തിന് തുടക്കമാവില്ലേ? എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 ടൈപ്പ് പോട്ടുകളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. ഇതാണ് കേട്ടോ നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 2 തരം പോട്ട്സുകൾ. ഇത് ഒരെണ്ണം കോക്കോ ഫൈബർ വെച്ച് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പോട്ടാണിത്. കോക്കോ ഫൈബർ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണിത്. രണ്ടാമത്തത് കോക്കോ പീറ്റ് വെച്ച് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എൻ്റെ ഈ എക്കോ ഫ്രണ്ട്ലി പോട്ട്സ് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ് ചെയ്യുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്കിത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നീട് ഞാനിതിൽ പോട്ടിംഗ് മീഡിയമായിട്ട് വെച്ചിരിക്കുന്ന ചകിരിയാണ്. നിങ്ങൾക്ക് ക്ലേ ബോൾസോ ചാർക്കോളോ കോക്കോ ചിപ്സോ എന്ത് വേണമെങ്കിലും മീഡിയനായിട്ട് ഉപയോഗിക്കാം. നമുക്കിത് ഹാങ് ചെയ്തൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നീട് ഈ 2 പോട്ട്സ് നമുക്ക് സെയിൽസിനായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ അടിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജസ് കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ നമ്മൾ ഇത് കോക്കോ പീറ്റും കോക്കോ ഫൈബറും വെച്ചാണല്ലോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതായത് കോക്കോ പീറ്റ്സ് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹ്യൂമിഡിറ്റി നിലനിർത്താനായിട്ട് നമ്മളെ ഈ 2 പോട്ട്സും സഹായിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ആഴ്ചയിൽ 1 പ്രാവശ്യം വല്ലതും നമ്മൾ ഇതിന് നനച്ചു കൊടുത്താൽ മതിയാകും. അങ്ങനെ നമുക്ക് വെള്ളം ലാഭിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഓർക്കിഡ് സീലിങ്സ് ഒക്കെ ഇതിൽ പോട്ട് ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നമുക്കത് പിടിച്ചു കിട്ടും. അതായത് നല്ല ഹ്യൂമിഡിറ്റി നിലനിർത്തുന്ന 2 പോട്ട്സുകളാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് റൂട്ട് വളർന്നു കിട്ടാനും ഈ പോട്ട്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരു അഡ്വാൻറ്റേജസും കൂടെ ഇതിനുണ്ട്. അതായത് ഇത് എക്കോ ഫ്രണ്ട്ലി പോട്ടായതുകൊണ്ട്, ചകിരിയാണ് ഹ്യൂമിഡിറ്റിയൊക്കെ നിലനിർത്താൻ സഹായിക്കുന്ന പോട്ടായതുകൊണ്ട് നമ്മുടെ സീഡ്ലിങ്സ് വലുതായി മെച്ചോർഡായി കഴിയുമ്പോൾ നമുക്ക് റീപോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് പറിച്ചെടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വേറൊരു വലിയ പോട്ടിലേക്ക് ആക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതുപോലുള്ള വലിയ പോട്ടിലേക്ക് കുറച്ച് മീഡിയം നിറച്ചിട്ട് ഇത് ഇങ്ങനെ തന്നെ ഇറക്കി വെച്ച് കൊടുത്താൽ മതിയാവും.
ഇതുപോലെ നമ്മൾ വലിയ പോട്ടിലേക്ക് ആ പോട്ടോട് തന്നെ ഇറക്കി വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും. അതിൻ്റെ ഉള്ളിൽ പോട്ട് ഇരിക്കുന്നു എന്ന് വെച്ച് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. വെള്ളം ഞാൻ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യം, വലിയ പോട്ടിലേക്ക് ആകുമ്പോൾ നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം വെള്ളം, ഹോളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം വെള്ളം നനച്ചു കൊടുക്കാം. കോക്കോ പീറ്റ്സിൻ്റെ പോട്ടും നമ്മൾ ഇതുപോലെ തന്നെ വലിയ പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. നേരത്തെ ചെയ്തിപ്പോൾ കണ്ടതുപോലെ തന്നെ ഇതുപോലെ ഇറക്കി വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ചകിരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള മീഡിയം നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഈ 2 പോട്ട്സും ഇവിടെ സെയിൽസിനായിട്ട് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണേ, മറന്നു പോകല്ലേ. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുവാണേ. ഓക്കെ, താങ്ക് യു.